ഈ പ്രാവശ്യം ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങളിവിടെ മത്സരിപ്പിക്കും. മണ്ണാർക്കാട് ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അങ്ങനെ പ്രാദേശികത്വം ഇതിൽ പൊതുവെ ഇല്ല. മണ്ണാർക്കാട്ടിൽ നിന്നും ആവാം, മണ്ണാർക്കാട്ടിൽ നിന്ന് പുറത്തുനിന്നും ആവാം. സാധാരണ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതൊക്കെ അതാത് മണ്ഡലത്തിലെ എന്നുള്ള അടിസ്ഥാനത്തിലല്ല, പഞ്ചായത്ത് വാർഡിൽ നിൽക്കും പോലെയല്ല. വാർഡിൽ പോലും മാറി നിൽക്കാറുണ്ട്, അതുപോലെയല്ല. ഞാനിപ്പോൾ പട്ടാമ്പിയിലാണ് കുറേ പ്രാവശ്യം മത്സരിച്ചത്. എൻ്റെ വീട് ആലത്തൂർ മണ്ഡലത്തിലാണ്. ഒരു 70-80 കിലോമീറ്റർ അകലമുണ്ട്. എന്നെ ആ നാട്ടുകാർ സ്വീകരിച്ചില്ലേ? അതുകൊണ്ട് അങ്ങനെയൊന്നും പ്രാദേശികവാദം കൊണ്ട് ഇതിനെ വിഷമത്തിലാക്കാൻ പാടില്ല. എന്നാൽ ഈ പ്രദേശത്തുകാരും ഉണ്ടായിക്കൂടായില്ല. നമുക്കറിയാം മറ്റു പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിലെ ഒരു CPIയുടെ പ്രശ്നങ്ങളൊക്കെ ഇത് ബാധിക്കാൻ സാധ്യതയുള്ളൂ സാർ. ഒരു പ്രശ്നവും ഇതിനെ ബാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പം പ്രതിലോമകാരികളെ, വർഗീയവാദികളെ അവരെയൊക്കെ ഒറ്റപ്പെടുത്താനുള്ള ഒരു പൊതുവികാരത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ എല്ലാവരും കൂടും. ഈ പാർട്ടി ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നല്ല വിജയം നേടും. മണ്ണാർക്കാട് ഒരു MLA പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. എന്താ സംശയം? ഇത്തവണ ഇടതുപക്ഷത്തിന്റെ ഒരു ഭരണം ഉണ്ടാവും. എന്താ സംശയത്തിന്? ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇടതുപക്ഷ മുന്നണിയല്ലേ ഉള്ളൂ. ഇടതുപക്ഷ മുന്നണിയെ കുറ്റപ്പെടുത്താൻ ആർക്കാ കഴിയുക? ഈ നാട്ടിൽ സ്വസ്ഥമായിട്ട് മനുഷ്യൻ ജീവിക്കുന്നത് ഈ മുന്നണി ഇവിടെ ഭരണത്തിലുള്ളതുകൊണ്ടാണ്. ക്രമസമാധാനത്തിന്റെ കാര്യത്തിലായാലും വർഗീയ കലാപമില്ലാത്ത ഒരു നാട് എന്നുള്ള നിലയിൽ സ്കൂളുകളിലെ പ്രവർത്തനങ്ങൾ സുഖമായി നടക്കുന്നത്, ആശുപത്രി കാര്യങ്ങൾ നടക്കുന്നത്, പാവപ്പെട്ട മനുഷ്യർക്ക് കൈ നിറയെ കാശ് കിട്ടുന്നത് ഒക്കെ ഈ ഗവൺമെന്റിലുള്ളതുകൊണ്ടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കുതന്ത്രങ്ങളും ഭീഷണികളും പ്രതിരോധവും നേരിട്ടുകൊണ്ടാണ് ഈ മുന്നണി, ഈ ഗവൺമെന്റ് ഇതുവരെ ഈ നാട് പിടിച്ചു നിർത്തിയിട്ടുള്ളത്. അത് മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായും. മറ്റൊരു കാര്യം, അട്ടപ്പാടി ഉൾപ്പെടെ ഇത്തവണ നമുക്ക് കൈവിട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അത് എങ്ങനെയായിരിക്കും? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു അനുഭവ പാഠമായി ഞങ്ങളെടുക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ ഞങ്ങൾക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട്, പോരായ്മകൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ പരിശോധിക്കും. അതെന്തുകൊണ്ടാണ് എന്നതും മനസ്സിലാക്കും. അത് തിരുത്താൻ ആവശ്യമായ നടപടികളെടുക്കും. അതെല്ലാം തിരുത്തി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം തിരുത്തി പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. നല്ല വിജയം നേടും ഈ പ്രാവശ്യം. അട്ടപ്പാടി നമ്മുടെ കൂടൊപ്പം തന്നെയാണ്. പിന്നെന്താ സംശയം? അട്ടപ്പാടി എന്നും ഞങ്ങളുടെ കൂടെയാണ്. അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് ഒരു അസ്തിത്വം ഉണ്ടാക്കി കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കോങ്ങശ്ശേരി കൃഷ്ണന്റെ നേതൃത്വത്തിൽ, അതിന്റെ പിന്തുണച്ചായിട്ട് KV ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ. ആ പാർട്ടിയുടെ അതിൽ നിന്നൊന്നും ആളുകൾക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. അല്പസ്വല്പം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അവിടെ പ്രാദേശികമായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് പറഞ്ഞാൽ നിയമസഭയിലൊന്നും അത് ബാധകമാകില്ല. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷം ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും അവിടെ കിട്ടുന്നതാണ് ഈ പ്രാവശ്യം. CCN മണ്ണാർക്കാട്.